നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് 3-4 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഏറ്റവും ചുരുക്കി ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ആഗസ്റ്റ് 2 രാത്രി 11:52 PM മുതൽ ഓഗസ്റ്റ് 5 രാവിലെ 11:22 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കുക. ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ചന്ദ്രൻ വൃശ്ചിക രാശിയിൽ നീചരാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കളർഫുൾനെസ് പൊതുവെ എല്ലാവർക്കും ഒരു ബാധകമാണ്. അതുപോലെ കഴിവതും ഈ പുതിയ സംരംഭങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക ഈ ദിവസങ്ങളിൽ. പ്രത്യേകിച്ച് വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട് പണിയുന്നത് തുടങ്ങുന്നത്, നേരത്തെ തുടങ്ങിയെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എങ്കിലും പുതുതായിട്ട് വീട് വെക്കാൻ തുടങ്ങുകയോ അതുപോലെ തന്നെ ലോൺ എടുക്കാൻ പോവുകയോ ചെയ്യരുത് ഈ ദിവസങ്ങളിൽ. പിന്നെ ശനിയും ചൊവ്വയും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നു. അത് ദോഷകരമാണ് എല്ലാവർക്കും. എങ്കിലും ഇവിടെ ഗുരുശുക്ര യോഗമുണ്ട്, രവി ബുധയോഗമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫലം പൊതുവെ എല്ലാവർക്കും അത്യാവശ്യം പോസിറ്റീവ്നെസ് ഉണ്ടാക്കുമെങ്കിലും പൊതുവെ ഇതിവിടെ 7 രാശിക്കാർക്ക് ഇന്ന് ഈ ദിവസങ്ങളിൽ ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും പൊതുവെ ഒരു 5-10% വർണ്ണ ശബളിമ പൊതുവെയുള്ള ദിവസത്തിൻ്റെ ഗുണാധിക്യത്തിന് കുറവുണ്ടാവും. എന്തായാലും ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രനും ശനിയും പ്രതികൂലമാണ്. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റമുണ്ടാവും. രാഷ്ട്രീയ പൊതുരംഗങ്ങളിൽ ഉയർച്ചയുണ്ടാവും. ഭാഗ്യപരീക്ഷണത്തിന് സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. അടുത്തത് ഇടവൻ രാശി, കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്കും ഗുണാധിക്യമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടവൻ രാശിക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് 4 ഗ്രഹങ്ങൾ ഉണ്ട്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൽ പ്രധാനമായിട്ടും ശനി, വ്യാഴം, സൂര്യൻ. അപ്പോൾ ഈ കർക്കിടക മാസം മുഴുവൻ ഇടവൻ രാശിക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾക്ക് തുല്യമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നേട്ടമുണ്ടാവും. കഴിഞ്ഞ ഒരു പ്രശ്നം ചോദിച്ചതാണ്, എനിക്ക് മക്കളില്ല, പിന്നെ എങ്ങനെയാണ് സന്താന നേട്ടം വരുന്നത്? നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സന്താനങ്ങളില്ലെങ്കിലും തീർച്ചയായിട്ടും മക്കൾക്ക് തുല്യരായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. രക്തബന്ധം ഇല്ലാത്തവർ പോലും മക്കളെ പോലെ നിങ്ങളെ സ്നേഹിക്കാൻ കാണും. ഓക്കെ. പിന്നെ ഇവിടെ ശുക്രനും വ്യാഴവും ധനസ്ഥാനത്ത് നിൽക്കുന്നു. ധനപരമുണ്ടാവും. അതുമാത്രമല്ല, ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. പിന്നെ ശനി ഇവിടെ അനുകൂലമാണ്. സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ. വ്യാഴം കൊണ്ട് ഭൗതിക സുഖങ്ങൾ, വ്യാഴവും ശുക്രനും ചേർന്ന്
ഭൗതിക സുഖങ്ങൾ പ്രദാനം ചെയ്യും. പൊതുവെ ഇടവൻ രാശിക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനിയും വ്യാഴവും പ്രതികൂലമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ ഇവർക്ക് ധനവരവ് കൂടിയിരിക്കും. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണെങ്കിലും ചൊവ്വ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ 45 ദിവസം ഇവർക്ക് നേട്ടമാണ് ചൊവ്വ കൊണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, നിയമപരമായ പ്രശ്നങ്ങൾ അനുകൂലമായിട്ട് മാറും. അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇനി ചിങ്ങം രാശി. മകം, പൂര, ഉത്ര ആദ്യ പാദം. ചിങ്ങം രാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഗുരു ശുക്രയോഗം നിൽക്കുകയാണ്. അതുകൊണ്ട് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണെങ്കിലും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം വരും. എങ്കിലും അഷ്ടമശനിയാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പന്, ശിവന്, അതുപോലെ തന്നെ ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പൊതുവെ ഇവർക്ക് ധനവരവ് ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ ലഭ്യമാകും. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. പൊതുവെ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചൊവ്വ പ്രതികൂലമാണ്. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് സൂര്യനും ബുധനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് രവി ബുധ യോഗം സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇവർക്ക് തൊഴിൽ ലാഭം ഈ കർക്കിടക മാസം മുഴുവൻ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. പൊതുവെ കന്നിരാശിക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ചൊവ്വ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പാലഭിഷേകം, ഭസ്മാഭിഷേകം ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇവർക്ക് തൊഴിൽ ലാഭം, അതുപോലെ തന്നെ സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, ബന്ധങ്ങൾ ഊഷ്മളമാവും, സുദൃഢമാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. ഇനി വൃശ്ചികം രാശി.
വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. വ്യാഴം മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ഇവർക്ക് സൂര്യൻ ഇവർക്ക് അഷ്ടമത്തിലാണ്. അപ്പോൾ അവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ചൊവ്വ അനുകൂലമാണ്. കർമ്മഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. തൊഴിൽ ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂര്യൻ പ്രതികൂലമാണ്. എങ്കിലും ചൊവ്വയുടെ കർമ്മസ്ഥാനത്തുള്ള സ്ഥാനം അവർക്ക് തൊഴിൽ വിജയം നേടിക്കൊടുക്കും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും. കാരണം ചൊവ്വയും വ്യാഴവും ഇവർക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, ബൗദ്ധിക മേഖലയിൽ ഉയർച്ച, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനി അനുകൂലമാണെങ്കിലും വ്യാഴം പ്രതികൂലമാണ്. 6ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനി അനുകൂലമായതിനാൽ സർവകാര്യ വിജയം, അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മേന്മകൾ. പൊതുവെ ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു മകരം രാശിക്ക്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരുട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് പ്രതികൂലമായിട്ട് സർപ്പം, ശനി ഇവ നിൽക്കുന്നു. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് 5ാം ഭാവത്തിൽ ഗുരു ശുക്രയോഗം എന്ന് പറയുമ്പോൾ ഭൗതിക സുഖങ്ങൾ ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ, ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. ബന്ധങ്ങൾ സുദൃഢമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. സൂര്യനും ബുധനും അനുകൂലമാണ്. അപ്പോൾ കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവത്തിൽ വരും. കുംഭം രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മീനം രാശി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പന്, ശിവന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വ്രതമെടുക്കുക ശനിയാഴ്ച. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ആഴ്ചയിൽ 7 ദിവസവും. ഇവർക്ക് പൊതുവെ കലാസാഹിത്യ രംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഭാഗ്യ നമ്പറുകൾ. 3-ാം തീയതി
3 തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. അതുപോലെ തന്നെ 2, 1, 9, 8, 7, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി 4-ാം തീയതി ആഗസ്റ്റ് 4. 4-ാം തീയതി 4 തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 2, 1, 9, 8, 7, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 3-ാം തീയതി രാവിലെ 4:42 AM മുതൽ രാവിലെ 5:30 AM വരെയാണ് 3-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 4-ാം തീയതി രാവിലെ 4:43 മുതൽ രാവിലെ 5:31 AM വരെയാണ് 4-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 3-ാം തീയതി ഉച്ചയ്ക്ക് 12:08 PM മുതൽ ഉച്ചയ്ക്ക് 12:57 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം 3-ാം തീയതി. 4-ാം തീയതി ഉച്ചയ്ക്ക് 12:07 PM മുതൽ ഉച്ചയ്ക്ക് 12:57 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം 4-ാം തീയതി. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം 3-ാം തീയതി വൈകിട്ട് 5:13 PM മുതൽ വൈകിട്ട് 6:47 PM വരെയാണ് 3-ാം തീയതി രാഹുകാലം. 4-ാം തീയതി രാവിലെ 7:52 AM മുതൽ രാവിലെ 9:26 AM വരെയാണ് 4-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ. 3-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, 4-ാം തീയതി തിങ്കളാഴ്ച നീല, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ. അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.